ഒരാൾക്ക് സ്വന്തം പേരിൽ നിലനിർത്താവുന്ന സിം കാർഡുകളുടെ എണ്ണത്തിൽ കർശന നിയന്ത്രണത്തിന് ഒരുങ്ങുകയാണ് കേന്ദ്രം. രാജ്യത്ത് ഒരാൾക്ക് കൈവശം വെക്കാവുന്ന മൊബൈൽ കണക്ഷനുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ കർശനമായി നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇത്. ഓഗസ്റ്റ് 24 മുതൽ ടെലികോം ഓപ്പറേറ്റർമാർക്ക് ഈ ചട്ടങ്ങൾ കർശനമായി പാലിക്കേണ്ടി വരും. ഇവർ കൈവശം അനുവദനീയമായ സിം കാർഡുകളുടെ പരിധി കഴിഞ്ഞവർക്ക് ഓഗസ്റ്റ് 24 മുതൽ പുതിയ കാർഡുകൾ അനുവദിക്കുന്നത് വിലക്കുന്നതുമായിരിക്കും. അനുവദനീയമായ സിം കാർഡുകളുടെ പരിധി കഴിഞ്ഞവർക്ക് പുതിയ കണക്ഷനുകൾ നൽകരുതെന്നാണ് കേന്ദ്ര നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സിം കാർഡിന്റെ പരിധി കഴിഞ്ഞും പുതിയ മൊബൈൽ കണക്ഷൻ എടുക്കാൻ ശ്രമിക്കുന്ന ഉപഭോക്താക്കളെ തിരിച്ചറിയുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും ടെലികോം സേവനദാതാക്കൾക്ക് ടെലികോം വകുപ്പ് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ രാജ്യത്തെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഒരാൾക്ക് കൈവശം വെക്കാവുന്ന പരമാവധി 9 സിം കാർഡുകളാണ്. എന്നാൽ ജമ്മു കാശ്മീർ, ആസാം, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇത് 6 സിം കാർഡുകളാണ്. ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് പ്രൊവൈഡറുടെ ബ്രാൻഡിൽ നിന്നല്ല, മൊത്തം കൈവശം വെക്കാവുന്ന പരിധിയാണിത്. അതേസമയം ഇനി പുതിയ സിം ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ടെലികോം കമ്പനികൾ ആ ഉപഭോക്താവിന്റെ നിലവിലുള്ള കണക്ഷനുകൾ എത്രയെന്ന് പരിശോധിക്കേണ്ടി വരും. നിർദ്ദിഷ്ട പരിധി കഴിഞ്ഞ ഉപഭോക്താക്കൾക്ക് കൂടുതൽ നമ്പറുകൾ രജിസ്റ്റർ ചെയ്യാനും സാധിക്കില്ല. കേന്ദ്ര സർക്കാരിന്റെ DIP സംവിധാനം ഉപയോഗിച്ച് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ പരിശോധിച്ച് പരിധി കഴിഞ്ഞിട്ടില്ലെന്ന് ഉറപ്പുവരുത്താനാണ് ടെലികോം കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ പേര് വിവരങ്ങൾ ഓഗസ്റ്റ് 23 മുതൽ DIP വഴി ലഭ്യമാകുന്നതാണ്. ഡിജിറ്റൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമിൽ വിവരങ്ങൾ സംയോജിപ്പിക്കുന്നതിന് ടെലികോം കമ്പനികൾക്ക് നവംബർ 30 വരെയും സമയം നൽകിയിട്ടുണ്ട്. അതേസമയം ഉപഭോക്താക്കൾക്ക് ഓൺലൈനായി സഞ്ചാർ സാഥി പോർട്ടൽ സന്ദർശിച്ചോ സ്മാർട്ട് ഫോണിൽ സഞ്ചാർ സാഥി ആപ്പ് ഡൗൺലോഡ് ചെയ്തോ തങ്ങളുടെ പേരിൽ എത്ര സിം കാർഡുകൾ ഉണ്ടെന്ന് പരിശോധിക്കാവുന്നതാണ്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി